മോഡലിംഗിന്റെ മറവിൽ നടന്ന മനുഷ്യക്കടത്തിലും സെക്സ് റാക്കറ്റിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കോവിഡിന് ശേഷമാണ് പ്രതികൾ മനുഷ്യക്കടത്ത് ആരംഭിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. മാസം 5 യുവതികളെ വരെ സെക്സ് റാക്കറ്റിനായി കടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതികളുടെ മൊഴി. രണ്ടാം പ്രതി അലീനയുടെ ആൺസുഹൃത്തും ഗുണ്ടാ നേതാവുമായ ഔറംഗസേബിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ബിലാലിനെയും സിന്ധുവിനെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ മുഖ്യപ്രതികളായ സിന്ധുവും ബിലാലും യുവതികളെ വിദേശത്തെത്തിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോവിഡിന് ശേഷമാണ് സെക്സ് റാക്കറ്റിലേക്ക് തിരിഞ്ഞതെന്ന് ഇരുവരും മൊഴി നൽകി. യുവതികളെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് ബിലാലായിരുന്നു. നിരവധി സിം കാർഡുകൾ ഇയാൾ ഇതിനായി ഉപയോഗിച്ചിരുന്നു. പ്രതികളുടെ പക്കൽ നിന്നും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചില മാസങ്ങളിൽ 5 യുവതികളെ വരെ ഇയാൾ ദുബായിൽ എത്തിച്ചിരുന്നു. ഓരോ യുവതികളെയും ദുബായിൽ എത്തിക്കുമ്പോൾ പ്രതികൾക്ക് ലക്ഷങ്ങൾ ലഭിക്കാറുണ്ട്. ഇതിനിടെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കേസിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് പങ്കുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിലെ രണ്ടാം പ്രതി അലീനയുടെ ആൺസുഹൃത്തായ ഔറംഗസേബ് മുഖ്യപ്രതി സിന്ധുവിൽ നിന്നും പലപ്പോഴായി ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തിനാണ് സിന്ധു ഇയാൾക്ക് പണം നൽകിയതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നതും. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയവർക്ക് ഗുണ്ടാ സംഘങ്ങളുമായി വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗുണ്ടാ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇതറിഞ്ഞതോടെ പല ഗുണ്ടാ നേതാക്കളും ഇപ്പോൾ ഒളിവിലാണ്. ഔറംഗസേബിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേസിലെ രണ്ടാം പ്രതി അലീനയുടെ ആൺസുഹൃത്താണ് ഔറംഗസേബ്. ഇയാളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.